നമ്മുടെ ഹംപി ട്രിപ്പിൻ്റെ 5ാമത്തെ പാർട്ടാണിത്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് സെനാന എൻക്ലോഷറാണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയം ഉണ്ട്. നമുക്കത് കണ്ടിട്ട് സെനാന എൻക്ലോഷറിലേക്ക് പോവാം. ഹംപിയിലുണ്ടായിരുന്ന പഴയ കാലത്തെ പല അവശിഷ്ടങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. പല വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ചുമരിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള കുറേ ഭാഗങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് സെനാന എൻക്ലോഷറിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ട്. ഹംപിയിലെ രാജകുടുംബത്തിലെ സ്ത്രീകൾക്കായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ഒരു സെനാന എൻക്ലോഷർ. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ടുള്ളതും ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്തുമായിരുന്നു ഈ സെനാന എൻക്ലോഷർ ഉള്ളത്. ഇതിൻ്റെ ചുറ്റുപാടും വിശാലമായിട്ടുള്ള ഗ്രൗണ്ടാണുള്ളത്. അതിൻ്റെ ചുറ്റും വലിയ കെട്ടുമതിലുകളും ഉണ്ട്. ഇത്രയും വലിപ്പമുള്ള മതിലുകളാണ് ഇതിന് ചുറ്റുമുള്ളത്. അതിക്രമിച്ച് കിടക്കുന്നവരെ കണ്ടെത്താനും അവരെ ചെറുക്കാനും വാച്ച് ടവറുകളും ഇതിന് ചുറ്റുമുണ്ട്. നമ്മൾ പോയിട്ടുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനകത്തേക്ക് കയറാനായിട്ട് ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്. അത് ഇവിടുന്ന് നമ്മൾ മൊബൈൽ വെച്ച് സ്കാൻ ചെയ്തിട്ട് ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ്. 10 രൂപയാണ് നമുക്ക് ഇതിനകത്തേക്കുള്ള ടിക്കറ്റ് ചാർജ്. ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിർമ്മിതികളിൽ ഒന്നാണ് ലോട്ടസ് മഹൽ. അതാണ് നമ്മൾ കയറിയാൽ ആദ്യം തന്നെ കാണാൻ പോണത്. ചുറ്റുമതിലൊക്കെ പലയിടങ്ങളിലും പൊളിഞ്ഞിട്ട് ഹൈറ്റൊക്കെ കുറഞ്ഞാണ് ഇപ്പോൾ കിടക്കുന്നത്. നമ്മൾ ഈ നേരെ കാണുന്നതാണ് ലോട്ടസ് മഹൽ. മുഗൾ ആക്രമണകാരികൾ കേടുപാടുകൾ വരുത്താതെ അവശേഷിപ്പിച്ച ചില ചുരുക്കം ഘടനകളിൽ ഒന്നാണ് ഈ ലോട്ടസ് മഹൽ. താമരമുട്ടിൻ്റെ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള മനോഹരമായ താഴികക്കുടാണ് ഈ ഒരു ബിൽഡിങ്ങിനുള്ളത്. ഇതിൻ്റെ കമാനങ്ങൾ താമരയുടെ ദളങ്ങളോട് സാദൃശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിർമ്മിതിക്ക് ലോട്ടസ് മഹൽ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഈ ഒരു മഹത്തായ നിർമ്മിതി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള അനുവാദമൊന്നും ഇവിടെ ഇല്ല. രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് വിശ്രമിക്കാനായിട്ടുള്ള മുറികൾ ഇതിൻ്റെ മുകളിലാണ് ഉണ്ടായിരുന്നത്. അതിലേക്കുള്ള വഴിയും ഇപ്പോൾ ഗേറ്റ് ഉപയോഗിച്ചിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കിണർ നമുക്ക് കാണാനുണ്ട്. സാധാരണ കിണറിൻ്റെ രൂപത്തിൽ നിന്നും മാറ്റി ഒരു ചതുരത്തിലാണ് ഈ ഒരു കിണർ നിർമ്മിച്ചിട്ടുള്ളത്. ഗ്രില്ലൊക്കെ ഇട്ട് സംരക്ഷിച്ചിട്ടുള്ള ഈ ഒരു കിണറിനകത്ത് ധാരാളം അണ്ണാൻകുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്നത് കാണാനുണ്ട്. മാത്രമല്ല കുറേ പേര് ഇതിനകത്തേക്ക് പൈസയൊക്കെ നാണയങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള വാച്ച് ടവർ കണ്ടിട്ട് വരാം. മൊത്തത്തിൽ 4 വാച്ച് ടവറുകളാണ് പണ്ട് സ്ഥിതി ചെയ്തിരുന്നത്. ഇന്ന് അത് 3 മാത്രമാണ് നിലനിൽക്കുന്നുള്ളൂ. സ്ത്രീകളുടെ സ്വകാര്യത മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു കോട്ടയ്ക്കകത്തേക്ക് പുരുഷന്മാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ വേണ്ടിയായിരുന്നു ഈ വാച്ച് ടവറുകളും അതുപോലെ ഇത്രയും പൊക്കം കൂടിയിട്ടുള്ള മതിലുകളെല്ലാം. ഈ മഹത്തായ നിർമ്മിതിയെല്ലാം കണ്ടുകൊണ്ട് കുറച്ചു നേരം നമുക്കിവിടെ വിശ്രമിച്ചതിന് ശേഷം നമ്മുടെ യാത്ര തുടരാം. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത പാർട്ടായിട്ട് എത്രയും പെട്ടെന്ന് കാണാം.